അതിപ്പോൾ സുപ്രീം കോടതി തന്നെ ഗൗരവമായി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വളരെ വിപുലമായ തോതിലുള്ള ഒഴിവാക്കലുകൾ ഈ പ്രക്രിയയുടെ ഭാഗമായി ബീഹാറിൽ നടന്നു എന്ന് ഇപ്പോൾ അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആധാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച ആളുകളാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. എന്നാൽ അതുപോലും രേഖയായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിച്ചു. സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും അതിപ്പോൾ അംഗീകരിച്ചിട്ടില്ല എന്നാണ് കോടതിയിൽ പോലും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കപ്പെട്ടത്. അപ്പോൾ വലിയ തോതിലുള്ള ഒരു ശുദ്ധീകരണം അത് പല മാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. അത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയെ ദുർബലപ്പെടുത്തും. ബൈ ദ പീപ്പിൾ എന്നുള്ളത് പൂർണ്ണമായിട്ടും ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വം പ്രതിഫലിക്കപ്പെടണമെങ്കിൽ പ്രായപൂർത്തിയായ ഏതൊരാൾക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. ഇന്ത്യൻ ഭരണഘടന വി ദ പീപ്പിൾ എന്നതിലാണ് തുടങ്ങുന്നത്. ആ വിയുടെ പ്രത്യേകത യഥാർത്ഥത്തിൽ അമേരിക്കൻ ഭരണഘടനയുടെ തുല്യമാണ് തുടക്കമെങ്കിൽ പോലും ആ അമേരിക്കയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുമ്പോൾ തന്നെ വി എല്ലാവരും ഉൾക്കൊണ്ടിരുന്നു. ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ വംശത്തിന്റെയോ ഒന്നും അതിർവരമ്പുകളില്ലാതെ മുഴുവൻ പ്രായപൂർത്തിയായ മനുഷ്യർക്കും വോട്ടവകാശം ഉറപ്പുവരുത്തുന്നതാണ് നമ്മുടെ രാജ്യത്തിലെ സവിശേഷത എന്നുള്ളത്. അപ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രക്രിയ ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ഉയരേണ്ടതുണ്ട്. അതിപ്പോൾ കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ കൂടി വിലയിരുത്തി എല്ലാവരും ചേർന്നിട്ടുള്ള എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് പരിശോധിക്കേണ്ടത്. കേരളത്തെക്കാളും അതിരൂക്ഷമായ ഒഴിവാക്കലുകളുണ്ട്. പക്ഷേ കേരളത്തിൽ പോലും നമുക്ക് ഒരു ഘട്ടത്തിൽ ഈ അവസാനമാണ് വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം കഴിഞ്ഞാൽ പിന്നീട് ആർക്കും തന്നെ പരാതി കൊടുക്കാനായിട്ട് നിലവിൽ അതിനകത്ത് വകുപ്പില്ല. ഒരു കരട് പ്രസിദ്ധീകരിക്കുന്നു, അതിനുശേഷം ഇത്തരം പ്രക്രിയ നടക്കുകയാണെങ്കിൽ ആ പ്രക്രിയയ്ക്ക് ശേഷം ഇതിന്റെ ആളുകൾക്ക് വീണ്ടും സമീപിക്കാനുള്ള അവസരമില്ല. വലിയ തോതിലുള്ള ഒഴിവാക്കൽ ഇപ്പോൾ ബീഹാറിൽ പോലും ആളുകളിലേക്ക് എത്തുന്നില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഒരു നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യ വിരുദ്ധമാണ്, അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ്, യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്.